നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എല്ലാവർക്കും ഭൂമിയും വീടും എന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കുന്നംകുളം താലൂക്ക് തലത്തിൽ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങൾക്ക് അദാലത്തിൽ തത്സമയം പ്രശ്ന പരിഹാരമൊരുക്കി. ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിനുൾപ്പെടെ ഏറ്റവും കൂടുതൽ തുക വിനിയോഗിക്കുന്ന സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യമന്ത്രി നിർവഹിച്ചു. HMPV വൈറസിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും വീണ ജോർജ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 249 ഇനങ്ങളിൽ 208 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 834 പോയിന്റുമായി തൃശൂരും കണ്ണൂരും ഒപ്പത്തിനൊപ്പം. പാലക്കാട് രണ്ടാമതും കോഴിക്കോട് മൂന്നാം സ്ഥാനത്തും. എടക്കഴിയൂർ നേർച്ച വർണ്ണാഭം. ആവേശം തീർത്ത് വിവിധ കാഴ്ചകൾ ജാറത്തിലെത്തി. തിരുമുൽക്കാഴ്ചയിൽ 7ഓളം ഗജവീരന്മാർക്കൊപ്പം കുതിരയും ഒട്ടകവും അണിനിരന്നു. ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ടെൻഡർ നടപടികൾ സുതാര്യമല്ലെന്നാരോപിച്ച് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. ശബ്ദ സംവിധാനം ഉൾപ്പെടെയുള്ളവയിൽ ടെൻഡർ നടപടികൾ സുതാര്യമായല്ല നടത്തിയതെന്നും വ്യാജ ടെൻഡർ അംഗീകരിച്ചെന്നും പ്രതിപക്ഷം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. വിശദമായ വാർത്തയിലേക്ക്. HMPV പുതിയ വൈറസ് അല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചാവക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ICMR-ഉം നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും ചൈനയിലെ വൈറസ് ബാധയുടെയും മറ്റ് അയൽരാജ്യങ്ങളിലെയും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് ലോകാരോഗ്യ സംഘടന ഉടൻ തന്നെ റിപ്പോർട്ട് പുറത്തിറക്കും. അനാവശ്യമായി ഭീതി പരത്തുന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2023-ലും 2024-ലും ഇവിടെ നമ്മൾ HMPV ആ വൈറസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും. ഇന്നലെ ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പത്രക്കുറിപ്പ് വന്നു. ഇന്നലെ ഏതോ ദേശീയ മാധ്യമങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ വൈറസ് ഈസ് ഡിറ്റക്റ്റഡ്, ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ വൈറസ് കണ്ടെത്തി എന്ന് പറഞ്ഞ് തെറ്റായ വാർത്തകൾ കൊടുത്തിരുന്നു. ICMR-ന്റെ പത്രക്കുറിപ്പ് വന്നു. അതിന് മുൻപ് തന്നെ നമ്മൾ കേരളത്തിൽ ആരോഗ്യ വകുപ്പ് അതിന്റെ കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ഇത് നേരത്തെ ഇവിടെ സർക്കുലേറ്റ് ചെയ്യുന്ന വൈറസാണ്, ജലദോഷമോ അങ്ങനെയൊക്കെയുള്ളതാണ്. എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും എന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കുന്നംകുളം താലൂക്ക് തലത്തിൽ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആ നിയമങ്ങളും ചട്ടങ്ങളും ഹൃദയവേദനയോടെ നമ്മുടെ മുമ്പിൽ ഒരു പരാതിയുമായി എത്തിച്ചേരുന്ന മനുഷ്യനെ പേടിപ്പിക്കാൻ ചെകുത്താനെ കുരിശു കാണിച്ചു പേടിപ്പിക്കുന്നത് പോലെ അവതരിപ്പിക്കേണ്ട ഒന്നല്ല. നിയമങ്ങളും ചട്ടങ്ങളും കുരിശുപോലെ നാം ഉയർത്തിപ്പിടിച്ച് ആളുകളെ പേടിപ്പിക്കാനുള്ള ഒന്നല്ലെന്നും അത് ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനത്തിന്റെ വഴിത്താരകളെ സുഗമമാക്കാനുള്ള ഒരു നിർദ്ദേശക തത്വം മാത്രമാണെന്നും സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി അങ്ങനെ ഉണ്ടായ ഒരു ചട്ടമോ നിയമമോ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി സാധാരണക്കാരുടെ മുമ്പിലേക്ക് വികസനത്തിന്റെ നദി തടസ്സമില്ലാതെ വിധം ഒഴുക്കാൻ സജ്ജമായൊരു സർക്കാരാണിതെന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ട നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അവസാനമായി ഒറ്റവാചകം. കേരളത്തിന്റെ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പുതിയ തസ്തികകൾ രൂപപ്പെടുത്തിക്കൊണ്ട് പുതിയ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഇടപെടലുകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾ എല്ലാം സർക്കാരിന്റെ നിരന്തര പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. എന്നാൽ സർക്കാർ നടത്തിവരുന്ന ഇത്തരം വികസന പ്രവർത്തനങ്ങളുടെ സ്വാദ് നാട്ടിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കണം എന്നാണ് ലക്ഷ്യം വെക്കുന്നത്. ചുവന്ന നാടയിൽ കുരുങ്ങുക എന്ന പഴയ പ്രയോഗത്തിൽ കുടുങ്ങി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്ന നിയോഗമാണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. കേരളത്തിലെ എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈനായി മാറുകയാണ്. ഇത്തരം ചുവന്ന നാടകളിൽ കുടുങ്ങി നിൽക്കേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് അദാലത്തുകൾ വഴി മുന്നോട്ട് വയ്ക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി. AC മൊയ്തീൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, സബ് കളക്ടർ അഖിൽ V മേനോൻ,
ADM കെ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓൺലൈൻ വഴി ലഭിച്ച 400ഓളം പരാതികളും അദാലത്തിൽ നേരിട്ടെത്തി സമർപ്പിച്ചു. 100ഓളം പരാതികളും അദാലത്തിൽ തീർപ്പാക്കി. അതിർത്തി നിർണ്ണയിക്കൽ, വഴി തടസ്സപ്പെടുത്തൽ തുടങ്ങി ഭൂമി സംബന്ധമായ വിഷയങ്ങളും കെട്ടിട നമ്പർ, നികുതി, ചികിത്സാവശ്യങ്ങൾക്കുള്ള റേഷൻ കാർഡ് എന്നിവയാണ് അദാലത്തിൽ പ്രധാനമായി ലഭിച്ച പരാതികൾ. ടെസ്റ്റ് നടത്തി ഡ്രൈവിംഗ് ലൈസൻസ് യഥാസമയം ലഭ്യമാക്കുന്നതിലെ കാലതാമസം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന പരാതിയിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി. കരുതലും കൈത്താങ്ങും അദാലത്ത്. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ജില്ലാ സെക്രട്ടറി MV സുരേഷ് നൽകിയ പരാതിയിലാണ് അസിസ്റ്റന്റ് കളക്ടർ നിർദ്ദേശം നൽകിയത്. ഗുരുവായൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിൽ 7000ഓളം ലേണേഴ്സിന് ലൈസൻസ് അപേക്ഷകൾ ടെസ്റ്റിനുള്ള തീയതി സ്ലോട്ട് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വിദേശത്ത് പോകേണ്ടവരും ഉപരിപഠനത്തിന് പോകേണ്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. കുന്നംകുളം താലൂക്ക് യാഥാർത്ഥ്യമായെങ്കിലും സബ്-RT ഓഫീസ് യാഥാർത്ഥ്യമാകാത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. തലപ്പള്ളി താലൂക്കിൽ നിന്ന് 29 വില്ലേജുകൾ കുന്നംകുളം താലൂക്കിൽ ഉൾപ്പെടുത്തിയതിനാൽ ഗുരുവായൂർ RT ഓഫീസിൽ സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തതാണ് അപേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്നതിന് പ്രധാന കാരണമെന്ന് സുരേഷ് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി സ്വീകരിക്കുന്നതിലെ അലംഭാവം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയും സർക്കാരിനെ മോശം പ്രതിച്ഛായ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നതിനാൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കിത്തരണമെന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത്. അദാലത്തിൽ പങ്കെടുത്ത മോട്ടോർ വാഹന വകുപ്പിലെ സീനിയർ ക്ലർക്ക് ബിന്ദുവിനാണ് പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ അസിസ്റ്റന്റ് കളക്ടർ നിർദ്ദേശം നൽകിയത്. നമ്മുടെ താലൂക്ക് അദാലത്തിൽ വന്ന് നമ്മൾ ഉദ്യോഗസ്ഥരെ കണ്ട് നമ്മുടെ അദാലത്തിൽ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അത് ജോയിന്റ് ആർടിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ വിവരം ധരിപ്പിച്ച് അതിന് തക്കതായ ഒരു പരിഹാരം ഉണ്ടാക്കി തരാമെന്നുള്ളൊരു ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സമരപരിപാടിയിൽ നിന്ന് പിന്നോട്ട് വരുന്നത്. ഇല്ലാച്ചെങ്കിൽ കളക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടി ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിലെത്തി. ഇരിങ്ങാലക്കുട സ്വദേശി മുരളിയും കുടുംബവും അടങ്ങിയത് ലൈഫ് സെറ്റാക്കി. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ മുരിയാട് പഞ്ചായത്തിലെ താമസക്കാരായ മുരളിയും ഭാര്യ ഷതയും മകൻ സുവിനും സുരക്ഷിതമായി അന്തിയുറങ്ങാൻ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായിരുന്നു അദാലത്തിലെത്തിയത്. ഭിന്നശേഷിക്കാരനായ മകൻ സുവിന് രോഗം ബാധിച്ച ചികിത്സയിലായിരുന്നതിനാൽ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ അദാലത്തിൽ പങ്കെടുക്കാൻ മുരളിക്കും കുടുംബത്തിനും കഴിഞ്ഞിരുന്നില്ല. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കുന്നംകുളത്ത് നടന്ന അദാലത്തിൽ പങ്കെടുക്കാൻ അക്ഷയ കേന്ദ്രം വഴി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ കുന്നംകുളം ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിലെത്തുകയായിരുന്നു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തന്റെ മണ്ഡലത്തിൽ നിന്നെത്തിയ ഇവരെ പ്രത്യേകം പരിഗണിച്ച് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് യാഥാർത്ഥ്യമാക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇരിങ്ങാലക്കുട BRCയിലെ പരിപാടികളിൽ സുവിനെ കണ്ട് പരിചയമുള്ള ഡോക്ടർ ബിന്ദു മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ വില്ലേജിൽ മുരളിക്ക് സ്വന്തമായുള്ള ഭൂമിയിൽ വീടൊരുക്കാൻ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള മകനെയും കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടി വന്നെങ്കിലും തങ്ങളുടെ നീണ്ട നാളത്തെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്ന സന്തോഷത്തിലാണ് മുരളിയുടെയും കുടുംബത്തിന്റെയും മടക്കം. ഇവിടെ നമുക്കന്ന് അവിടെ മുകുന്ദപുരം താലൂക്കിൽ അദാലത്ത് വന്നപ്പോൾ മോന് വയ്യാത്ത ഞങ്ങൾക്ക് ഹാജരാകാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് രജിസ്റ്റർ ചെയ്തു തന്നു. അവർ അക്ഷയയിൽ പോയപ്പോൾ ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്തു തന്നു. മേഡത്തിന് ഞങ്ങൾ അറിയാവുന്നതാണ്. കാരണം മോൻ ഭിന്നശേഷിയുള്ള കുട്ടിയായ കാരണം BRC ഇരിങ്ങാലക്കുട BRCയിൽ മേഡം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പം നമുക്ക് നല്ല പരിചയമുണ്ട്. മേഡം എല്ലാ ആവശ്യങ്ങൾക്കും അവിടെ വരാറുള്ളതാണ്. അപ്പോൾ മോനെ ഇങ്ങനെ നേരിൽ അറിയാം. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ എന്നെ മനസ്സിലായി. അപ്പോൾ പരിഹാരം ചെയ്തു തരാമെന്നാണ് മേഡം പറഞ്ഞേക്കണത്. 5 സെൻറ്റ് ഭൂമി ഉണ്ട്. അപ്പോൾ നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പൊതുവഴി കയ്യേറിയതായുള്ള പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ കരുതലും കൈത്താങ്ങും അദാലത്തിൽ നിർദ്ദേശം. എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം MC ഐജു നൽകിയ പരാതിയിലാണ് സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകിയത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന്റെയും പോലീസ് ക്വാർട്ടേഴ്സിന്റെ മധ്യഭാഗത്തു കൂടി പുഴക്കടവിലേക്കും മേഖലയിലെ 18ഓളം വീട്ടുകാർക്കും സഞ്ചരിക്കാനുള്ള പൊതുവഴിയാണ് പോലീസ് കയ്യേറിയിട്ടുള്ളതെന്ന് കാണിച്ചാണ് ഐജു അദാലത്തിൽ പരാതി നൽകിയിരുന്നത്. പൊതുവഴിയിലേക്ക് ഇറക്കിയാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളതെന്ന് 2022 ജനസമക്ഷം പരിപാടിയിൽ ഐജു നൽകിയ പരാതിയെ തുടർന്ന് ഭൂരേഖ തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയിലാണ് അദാലത്തിലെ സിറ്റിംഗിൽ മന്ത്രി ആർ ബിന്ദു നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയത്.
റോഡ് കയ്യേറിയത് തിരിച്ചുപിടിക്കണമെന്ന ആവശ്യത്തിന് കളക്ടറോട് നടപടി സ്വീകരിക്കാനാണ് അദാലത്തിൽ നിർദ്ദേശമുണ്ടായതെന്ന് പരാതിക്കാരനായ എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം ഐജു വ്യക്തമാക്കി. സ്കെച്ച് റോഡിലേക്ക് കയറിയത് സ്കെച്ച് വരച്ച് അത് തരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ വീണ്ടും പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി അത് കമ്മിറ്റിയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും അദാലത്തിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. ആ റോഡ് വിട്ടു കിട്ടാൻ വേണ്ടി പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അതുപോലെ ADM ഉണ്ട്, അവർ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ കളക്ടറോട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് ആ റോഡ് തുറന്നു കിട്ടുമെന്ന വിശ്വാസത്തോടെ ഞാൻ സന്തോഷത്തോടു കൂടിയാണ്. പരാതികളിൽ അതിവേഗം പരിഹാരം വരുത്തിയെന്നും ബാക്കി പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. CCTVയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഏതാണ്ട് പരാതികളിൽ നല്ലൊരു ശതമാനം പോസിറ്റീവായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ബിന്ദു മിനിസ്റ്ററും ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് ഉത്തരവിട്ടു. 380-ലേറെ പരാതികൾ ഓൺലൈനായിട്ട് ലഭ്യമായിരുന്നു. എന്നാൽ ലഭ്യമായ പരാതികൾക്ക് പുറമെ 100 കണക്കിന് പരാതികൾ പിന്നെയും ലഭ്യമായി. പുതിയതായി ലഭിച്ച പരാതികൾ ഒന്ന് പ്രാഥമികമായി നോക്കാൻ സബ് കളക്ടർ ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ നോക്കി അത് നൽകുമ്പോഴും അവസാനമായ തീരുമാനമെല്ലാം എടുത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ്. മറ്റു വാർത്തയിലേക്ക്. കേരള ചരിത്രത്തിൽ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിന് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ തുക വിനിയോഗിക്കുന്ന കാലഘട്ടമാണിതെന്നും പൊതുജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള സുസ്ഥിരമായുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്കും മാതൃമരണനിരക്കുമുള്ള സംസ്ഥാനമായി ലോകാരോഗ്യ സംഘടനയുടെ 2030-ലെ ടാർഗറ്റ് 2024-ൽ കേരളം പൂർത്തിയാക്കി. ജീവിതശൈലി രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനായി തൃശൂർ ജില്ലയിലെ തന്നെ ആദ്യത്തെ 360 ഡിഗ്രി മെറ്റാബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തുറന്നത് അഭിമാനകരമാണെന്നും വീണ ജോർജ് പറഞ്ഞു. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ചാലഞ്ച് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ. നമ്മൾ ഇത്രയും പേരെ എടുത്താൽ നമ്മുടെ ഇടയിൽ പ്രമേഹവും രക്തസമ്മർദ്ദവും ഒക്കെ ഉള്ളവരുടെ എണ്ണം താരതമ്യേന കൂടുതലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ആഹാര ശീലങ്ങളിൽ, രീതികളിൽ, ആഹാരത്തിൽ വന്ന മാറ്റം, ജീവിതശൈലിയിൽ വന്ന മാറ്റം, വ്യക്തിപരമായ നമ്മുടെ ഓരോരുത്തരുടെ ദിനചര്യകളിൽ വന്ന മാറ്റം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുക ഈ ആർദ്രത്തിൻ്റെ 10 ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ ഏറ്റെടുത്തതാണ്. അതിൻ്റെ ഭാഗമായി ശൈലി ആപ്പ് അത് രൂപീകരിച്ചു. നമ്മുടെ ജനസംഖ്യ പോപ്പുലേഷൻ സ്ക്രീനിങ് നടത്തി. ഇത് 2ാം വർഷമാണ് പോപ്പുലേഷൻ സ്ക്രീനിങ്ങിൻ്റെ. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആരംഭിച്ചത്. ഇതിൽ കണ്ടുപിടിച്ച ഒരു കാര്യം, മുൻപ് പ്രമേഹമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് രക്താതിസമ്മർദ്ദമാണ്, BP ആണ്. എല്ലാവർക്കും ടെൻഷനും സ്ട്രെസ്സും അതുപോലെ ആഹാരത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ BP വളരെ കൂടുതലാണ് ആളുകൾക്ക് നിന്ന് കാണാനായിട്ട് സാധിക്കും. പ്രമേഹം നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10.8 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയായി. മുനിസിപ്പൽ ചേംബർ ചെയർമാനും ബിൽഡിംഗ് ഡിവിഷൻ തൃശൂർ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്ക്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A ഷാജുകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷഹീർ, TV സുരേന്ദ്രൻ, വിജിത സന്തോഷ് തുടങ്ങി വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 249 ഇനങ്ങളിൽ 206 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 920 പോയിന്റുമായി തൃശൂർ ജില്ലയാണ് പോയിന്റ് നിലയിൽ മുന്നിൽ. 918 പോയിന്റുമായി കണ്ണൂർ രണ്ടാമതും 916 പോയിന്റുമായി പാലക്കാട് മൂന്നാമതുമാണ്. ആദ്യ ദിനങ്ങളിൽ മുന്നേറിയ നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂരിനെ ഒപ്പത്തിനൊപ്പം നിർത്തിയാണ് തൃശൂരിന്റെ മുന്നേറ്റം. തുടർച്ചയായ ഡബിൾ ഹാട്രിക് സ്വർണ്ണ കിരീടം നേടിയിരുന്ന കോഴിക്കോട് 914 പോയിന്റുമായി 4ാം സ്ഥാനത്താണ്. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ 133 പോയിന്റുമായി 1ാം സ്ഥാനത്ത് മുന്നേറുകയാണ്. നേരത്തെ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ 98 പോയിന്റുമായി 3ാം സ്ഥാനത്തായി. 99 പോയിന്റോടെ പത്തനംതിട്ട SBGHS ആണ് 2ാം സ്ഥാനത്ത്. കൗമാരമേള 4ാം ദിനത്തിലേക്ക് കടന്നതോടെ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം കൂടുതൽ കടുക്കുകയാണ്. സംഘാടനത്തിൽ കാര്യമായ പരാതികളില്ലാതെയാണ് തലസ്ഥാനത്ത് മേള പുരോഗമിക്കുന്നത്.
എടക്കഴിയൂർ നേർച്ച വർണ്ണാഭം ആവേശം തീർത്ത് വിവിധ കാഴ്ചകൾ ജാറത്തിലെത്തി. സയ്യിദ് ഹൈദ്രോസ് ഹിമ്പിച്ചിക്കോയ് തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും 167ാമത് ആണ്ട് നേർച്ചയുടെ പ്രധാന ചടങ്ങുകളിൽ ഒന്നായ കൊടികയറ്റം തെക്ക് വടക്കുഭാഗം കാഴ്ച കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജാറം അങ്കണത്തിൽ നിർവഹിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന നേർച്ചയുടെ പ്രധാന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് വടക്ക് യഹിയ തങ്ങളുടെ വസതിയിൽ നിന്നും തെക്കതിർത്തി സിദ്ദിഖ് മഹ്ളറ പള്ളി പരിസരത്ത് നിന്നും രാവിലെ 8 മണിക്ക് ആരംഭിച്ച കൊടിയേറ്റ കാഴ്ചകൾ 11:30 ജാറത്തിലെത്തി കൊടിയേറ്റി. തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആനകൾ റോഡിൽ അണിനിരന്നു. പ്രധാന കാഴ്ചകളായ വടക്കുംഭാഗം ഇശൽ നിലാവ്, ഒനൈസ എടക്കര, ഡിസോൺ, എക്കോസ്, സിറ്റി ഗെയ്സ് തുടങ്ങി നിരവധി കാഴ്ചകൾ ജാറം അങ്കണത്തിൽ എത്തിച്ചേർന്നു. പുലർച്ചെ 2:30 അരിസോണ കാഴ്ച പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നതോടുകൂടിയാണ് ആഘോഷത്തിന് സമാപനമാവുക. വർണ്ണാഭമായി തിരുമുൽ കാഴ്ച. 7ഓളം ഗജവീരന്മാർക്കൊപ്പം കുതിരയും ഒട്ടകവും അണിനിരന്നത് കൗതുകമായി. എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയുടെ ഭാഗമായി ആദ്യ ദിനത്തിലെ പ്രധാന കാഴ്ചകളിലെ ഒന്നായിരുന്നു തിരുമുൽ കാഴ്ച. നിരവധി ബാൻഡ് സെറ്റുകളുടെ അകമ്പടിയോടുകൂടി പഞ്ചവടി ബീച്ചിൽ നിന്നാണ് തിരുമുൽ കാഴ്ച ആരംഭിച്ചത്. പ്രശസ്തരായ 7ഓളം കരിവീരന്മാർക്ക് പുറമെ കുതിര, ഒട്ടകവും, ദഫ്, സ്കൌട്ട്, നാസിക് ഡോൾ എന്നിവയും കാഴ്ചയിൽ അണിനിരന്നു. ദർബാർ ഷെരീഫിലേക്കുള്ള വിഭവ സമാഹരണ യാത്രയ്ക്ക് പഴമയെ വിളിച്ചോതി കാളവണ്ടിയും കാഴ്ചയെ അനുഗമിച്ചിരുന്നു. എടക്കഴിയൂർ മർഹൂം സയ്യിദ് ഹൈദ്രോസ് ഹിമ്പിച്ചിക്കോയ് തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെയും ജാറത്തിലെ 167ാം ചന്ദനക്കുടം നേർച്ചയുടെ ആദ്യ ദിനത്തിലാണ് പ്രധാന കാഴ്ചകളിലൊന്നായ തിരുമുൽ കാഴ്ച എത്തിയത്. സയ്യിദ്ദുന മുഹമ്മദ് അലി മൗല ബാലവി മൗല ദർബാർ ഷെരീഫിൽ നിന്നും ആരംഭിച്ച യാത്ര പഞ്ചവടി ബീച്ചിൽ കൊടിയേറ്റം നടത്തി രാത്രി 11 മണിക്ക് ജാറത്തിലെത്തി. ഇതോടൊപ്പം എടക്കഴിയൂർ കാജ ബീച്ചിൽ നിന്നും താബൂത്ത് കാഴ്ചയും ഉണ്ടായിരുന്നു. ചന്ദനക്കുടം നേർച്ച. തിരക്കിനിടയിലും വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ ആവശ്യക്കാർക്ക് പേന കൊണ്ടെഴുതി ഫ്രെയിം ചെയ്തു കൊടുക്കുന്ന തിരക്കിലാണ് വലിയ ജാറത്തിങ്കൽ 36-കാരനായ ഫഹദ് തങ്ങൾ. പി ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. എടക്കഴിയൂർ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദാത്ത് ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെ പേരക്കുട്ടിയാണ് ഫഹദ് തങ്ങൾ. ചെറുപ്പകാലത്ത് മദ്രസയിൽ പഠിക്കുന്ന സമയം മുതൽ അറബി എഴുത്തിനോട് പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്ന ഫഹദിന് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വിശുദ്ധ ഗ്രന്ഥം സ്വന്തം കൈകൊണ്ട് മുഴുവനായും പകർത്തിയെഴുതുക എന്നത്. എന്നാൽ അത് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഒരു തുടക്കമായാണ് ഇപ്പോഴത്തെ പരിശ്രമങ്ങൾ. കുറച്ചുകാലം ആർട്ടിസ്റ്റ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും IT അഡ്മിനിസ്ട്രേഷനായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. സൂറത്തിന്റെയും ആയത്തിന്റെയും വലിപ്പമനുസരിച്ച് വിവിധ സൈസുകളിൽ ആവശ്യക്കാർക്ക് എഴുതി ഫ്രെയിം ചെയ്തു കൊടുക്കും. അതിന് പ്രത്യേക ഫീസോ പ്രതിഫലമോ വാങ്ങാറില്ല. നോർമൽ പോയിന്റ് പെൻ ഉപയോഗിച്ചാണ് ഖുർആൻ നോക്കി കടലാസുകളിലേക്ക് പകർത്തുന്നത്. ഈ വർഷത്തെ ചന്ദനക്കുടം നേർച്ചയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിനായി വീട്ടിലിരുന്ന് പരിശീലനം നടത്തി തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷമാണ് ചന്ദനക്കുടം നേർച്ചയുടെ 2 ദിവസങ്ങളിൽ ജാറം അങ്കണത്തിലെത്തി ആവശ്യക്കാർക്ക് മനോഹരമായി ഖുർആൻ പകർത്തി നൽകുന്നത്. മറ്റു വാർത്തയിലേക്ക്. ചങ്ങരംകുളത്ത് പാലത്തിന് താഴെ കണ്ടെത്തിയ സ്ഫോടക വസ്തു ബോംബ് സ്ക്വാഡ് എത്തി നിർവീര്യമാക്കി. കണ്ടെത്തിയത് ഗ്രാനൈഡ് ആണെന്നതിൽ സ്ഥിരീകരണമില്ല. കഴിഞ്ഞ ദിവസം 3:30യോടെയാണ് പാലത്തിനടിയിൽ മീൻ പിടിക്കാനെത്തിയയാൾക്ക് ഗ്രാനൈഡ് എന്ന് സംശയിക്കുന്ന വസ്തു വലയിൽ കുടുങ്ങിയ നിലയിൽ ലഭിച്ചത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പരിശോധനാ സംഘമെത്തി സുരക്ഷാ സംവിധാനത്തിൽ സ്റ്റേഷനിലേക്ക് ഇത് മാറ്റിയിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ തൃശൂരിൽ നിന്നെത്തിയ സംഘമാണ് സ്ഫോടക വസ്തു നിർവീര്യമാക്കിയത്. ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം എന്താണ് കണ്ടെത്തിയതെന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ടെൻഡർ നടപടികൾ സുതാര്യമല്ലെന്നാരോപിച്ച് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. വാർഡ് കൗൺസിലർ PK കബീർ, പ്രതിപക്ഷ നേതാവ് KV സത്താർ എന്നിവരാണ് ആരോപണം ഉന്നയിച്ചത്. ഭരണപക്ഷം ആരോപണത്തെ എതിർത്തു. വാക്കേറ്റം ശക്തമായതോടെ അജണ്ട അംഗീകരിച്ചതായി അറിയിച്ച് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് യോഗം അവസാനിപ്പിച്ചു. നഗരസഭയും DMCയും സംയുക്തമായി നടത്തിയ ബീച്ച് ഫെസ്റ്റിവലിൽ ശബ്ദ സംവിധാനം ഉൾപ്പെടെയുള്ളവയിൽ ടെൻഡർ നടപടികൾ സുതാര്യമല്ല നടത്തിയെന്നും വ്യാജ ടെൻഡർ അംഗീകരിച്ചെന്നുമാണ് പ്രതിപക്ഷ ആരോപണം. യോഗത്തിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഇവിടെ നടത്തുന്ന എല്ലാ പരിപാടികളും രാഷ്ട്രീയപരമായിട്ടാണ് ചാവക്കാട് നഗരസഭ ചെയ്യുന്നത്.
അതിൽ പ്രതിപക്ഷത്തെ തീരെ ഗൗനിക്കാതെ അവഗണിക്കുന്ന ഒരു നടപടിയുമായിട്ടാണ് ചാവക്കാട് മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബെല്ല ഇവൻ്റ് എന്ന സ്ഥാപനമാണ് ചാവക്കാട് നഗരസഭയുടെ 4 ലക്ഷത്തിൻ്റെ കൊട്ടേഷൻ എടുത്ത് എന്ന് പറയുന്നത്. ഇത് സമയബന്ധിതമായിട്ടുള്ള കൊട്ടേഷൻ അല്ല. ബെല്ല ഇവൻ്റ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ID ഉണ്ടാക്കി എറണാകുളത്തെയും ഇരിങ്ങാലക്കുടയിലും ഇവൻ്റ് മാനേജ്മെൻറ്റുമാരുടെ പേര് വെച്ച് കൊട്ടേഷൻ കൊടുത്ത് ബെല്ല ഇവൻ്റ് അത് വാങ്ങിയെടുക്കുകയായിരുന്നു. ഈ ബെല്ല ഇവൻറ്റിന് സ്റ്റേജ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ തർക്കമുണ്ടായി. അവർ കോടതിയിൽ പോകും എന്ന് പറഞ്ഞപ്പോൾ ചാവക്കാടത്തെ തന്നെ മറ്റൊരു സൗണ്ട് ഓപ്പറേറ്ററെ വിളിച്ച് താൽക്കാലികമായി സൗണ്ടും മറ്റ് അനുപാതികമായിട്ടുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ ഒരു മറയിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ച് കമ്മീഷൻ വാങ്ങുന്ന അവസ്ഥയാണ് ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന്റെ പേരിൽ പ്രതിപക്ഷം നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. നിയമാനുസൃതമായ എല്ലാ നടപടികളും സ്വീകരിച്ച് ഏറ്റവും സുതാര്യമായാണ് ഫെസ്റ്റ് നടത്തിയതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. വളരെ കൃത്യമായി ഏറ്റവും കുറവ് തുക രേഖപ്പെടുത്തിയ ടെൻഡർ നമ്മൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടക്കുകയാണ് ഉണ്ടായത്. ഇവിടെ പ്രതിപക്ഷ കൗൺസിലർമാർ പറയുന്നത് PK ഗംഭീർ വാർഡ് കൗൺസിലറാണ്, ആളുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വിഷയം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. കൗൺസിലറുടെ പേര് നോട്ടീസിലുണ്ട്. ആദ്യത്തെ ദിവസമല്ല എന്ന് മാത്രം, രണ്ടാമത്തെ ദിവസത്തെ പരിപാടിയിൽ കൗൺസിലറുടെ നോട്ടീസിൻ്റെ പേരുണ്ട്. നമ്മുടെ നഗരസഭയുടെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും എല്ലാവരെയും ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിരുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ചോവല്ലൂർ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം 6 ദിവസം പിന്നിടുമ്പോൾ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ വൻ ഭക്തജന തിരക്ക്. തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങായ ശ്രീ പാർവതി ദേവിക്ക് പട്ടും താലിയും ചാർത്താൻ എത്തുന്നവരുടെയും സന്ധ്യയ്ക്ക് നടക്കുന്ന തിരുവാതിര കളികൾ ആസ്വദിക്കാനും നാടിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നായി ധാരാളം പേരാണ് എത്തിച്ചേരുന്നത്. തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് 3 നേരവും പ്രസാദകൂട്ടും ഒരുക്കിയിട്ടുണ്ട്. പുത്തൻ പാട്ടുകളും നൃത്ത ചുവടുകളുമായി പുതിയ പരീക്ഷണങ്ങളുമായാണ് തിരുവാതിര കളികൾ അരങ്ങേറുന്നത്. ചെമ്പകത്ത് ജ്യോതി ശിവനും സംഘവും തെയ്യവും തിരുവാതിരക്കളിയും സമന്വയിപ്പിച്ച് അവതരിപ്പിച്ച കലാപ്രകടനം കാണികളുടെ മനം കവർന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം നടത്തി. കിഴക്കാളൂർ പുത്തൂർ റോഡിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ NA ബാലചന്ദ്രൻ, ഷക്കീല ഷമീർ, നിവ്യ റെനീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആന്റോ, CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ NM ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിവേക് ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പോരാടുന്ന PV അൻവർ MLAക്ക് മുസ്ലിം ലീഗ് പിന്തുണ നൽകുമെന്നും ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ CPM മൃഗങ്ങളെക്കാൾ മോശമാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് പറഞ്ഞു. മുസ്ലിം ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ കുഞ്ഞിരാമൻ MLAയെ രക്ഷിക്കാൻ പിണറായി സർക്കാർ പരിശ്രമിക്കുമ്പോൾ മനുഷ്യന്റെ ജീവനു വേണ്ടി സമരം ചെയ്ത PV അൻവർ MLAയെ ജയിലിലാക്കാനാണ് ശ്രമിച്ചത്. ഇത്തരം അനീതിയെ മുസ്ലിം ലീഗ് ശക്തമായി എതിർക്കുമെന്നും ജനദ്രോഹ ഭരണം നടത്തുന്നതിൽ കേരള സർക്കാരുകൾ തുല്യരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അൻവർ എന്ന് പറയുന്ന MLAയോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കൊക്കെയുണ്ട്. പക്ഷെ അൻവർ ചെയ്തത് ഒരു കൊലപാതകമല്ല. എന്നാൽ കൊലപാതക കേസിൽ, പെരിയ കൊലപാതക കേസിൽ പ്രതിയുടെ ഭാഗത്ത് ഹൈക്കോടതി പോലും പറഞ്ഞ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന MLAയെ നടപടിയെടുക്കാൻ വിധേയനാകാതെ അദ്ദേഹത്തെ രക്ഷിക്കാൻ സുപ്രീം കോടതിയിലേക്ക് പോകാൻ മെനക്കെടുന്ന ഗവൺമെന്റാണ് നാട്ടിലുള്ളത്.
എന്തുകൊണ്ടാണ് 2 MLA-മാർക്ക് 2 രീതിയിലുള്ള നീതി എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. വെള്ളർക്കാട് മുക്രീകത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മണ്ഡലം പ്രസിഡന്റ് KC മൊയ്തുട്ടി അധ്യക്ഷനായി. തൃത്തല മണ്ഡലം സെക്രട്ടറി സുബൈർ കോഴിക്കര മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EP കമറുദ്ദീൻ, ജില്ലാ സെക്രട്ടറിമാരായ ഉസ്മാൻ കല്ലാട്ടയിൽ, ഗഫൂർ കടങ്ങോട്, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി സാബിർ കടങ്ങോട്, ലീഗ് മണ്ഡലം സെക്രട്ടറി KY അബ്ദുൽ ഗഫൂർ, VC അഷ്റഫ്, ജുറൈദ് വാഫി തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം ഓവറോൾ കിരീടം മുല്ലശ്ശേരി സെഞ്ചുറി അഡ്വഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്. മുല്ലശ്ശേരി പഞ്ചായത്ത് 1ാം സ്ഥാനവും എളവള്ളി പഞ്ചായത്ത് 2ാം സ്ഥാനവും നേടി. ഡിസംബർ 7 മുതൽ 20 വരെ സംഘടിപ്പിച്ച മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച സമ്മാനദാന ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MA റെജീന, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, ജനപ്രതിനിധികളായ ലീന ശ്രീകുമാർ, ഗ്രേസി ജേക്കബ്, പ്രഭീഷ്, KA സതീഷ്, നിഷ സുരേഷ്, KP ആലി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ ആഷിഖ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ, ഇന്ത്യയിലെ പ്രശസ്ത തബല വിദ്വാൻ സക്കീർ ഹുസൈൻ, സിനിമാ സംവിധായകൻ ശ്യാം ധനകൻ എന്നിവരെ അനുസ്മരിച്ചു. കുന്നംകുളം മധുരക്കുളം റോഡിലെ നന്മ ഓഫീസിൽ നടന്ന യോഗത്തിൽ സാഹിത്യകാരൻ ഡേവിസ്, നാടക കഥാകൃത്ത് ബാലകൃഷ്ണൻ, സിനിമാ സംവിധായകൻ IB രഞ്ജിത്ത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് CK രവി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി രവി കേച്ചേരി സ്വാഗതവും ഗായിക ചന്ദ്രമതി നന്ദിയും പറഞ്ഞു. സംസ്ഥാന കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മംഗലം കളിയിൽ A ഗ്രേഡ് നേടി നാടിന് അഭിമാനമായി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. മികച്ച പ്രകടനത്തോടെയാണ് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മരത്തങ്കോട് സ്കൂൾ A ഗ്രേഡ് നേടിയത്. ഈ കലോത്സവം മുതലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 5 ഗോത്രകലകൾ മത്സര ഇനങ്ങളാക്കിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒരു ഗോത്ര നൃത്തരൂപമായ മംഗലം കളി ആചാരപരമായ നൃത്തമായതിനാൽ അതിനനുസരിച്ച പരിശീലനമാണ് മരത്തങ്കോട് സ്കൂളിലെ കുട്ടികൾക്കായി നൽകിയത്. നൃത്ത മത്സരങ്ങളിൽ പൊതുവായി മികവ് പുലർത്തുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്കായി പരിശീലനമൊരുക്കി. അധ്യാപകനായ അജിത് മാസ്റ്ററുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും സതീഷ് കൈപ്പളി എന്ന പരിശീലകനെ എത്തിച്ചായിരുന്നു കൃത്യമായ പരിശീലനം ഒരുക്കിയത്. മറ്റ് അധ്യാപകരുടെയും PTA-യുടെയുമെല്ലാം നിറഞ്ഞ പിന്തുണയുണ്ടായതോടെ ഒന്നിച്ചുള്ള പരിശ്രമം സംസ്ഥാന തലത്തിലെ A ഗ്രേഡ് നേട്ടം വരെയെത്തി. ശ്രീദുർഗ, വൈദേഹി, നവ്യ, അനഘ, അക്ഷയ, റോമിറ്റ്, ശ്രീനന്ദ, നന്ദന, സ്മൃതി, മവ്യ, ശരത്ത്, ആദർശ് എന്നീ 12 കുട്ടികളാണ് മംഗലം കളി അരങ്ങിൽ അവിസ്മരണീയമാക്കിയത്. മംഗലം കളി പോലുള്ള ഗോത്രകലകളിൽ വസ്ത്രത്തിനും ചായങ്ങൾക്കുമായി വലിയ സംഖ്യ മുടക്കേണ്ടി വരുന്നില്ല എന്നത് ആശ്വാസകരമാണെന്ന് ഇവർ പറഞ്ഞു. കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ മംഗലം കളി എന്നുള്ള ഐറ്റം ഞങ്ങൾക്ക് കുറച്ച് പേരെ കാസർഗോഡ് പരിചയമുള്ളത് കാരണം അവിടുന്ന് ഈ കലാരൂപവുമായി ബന്ധപ്പെട്ട 1-2 ടീച്ചേഴ്സിനെയും ട്രെയിനേഴ്സിനെയും ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ കുട്ടികളെ ഏകദേശം ഒരു 2 മാസത്തോളം പരിശീലിപ്പിച്ചിട്ടാണ് സ്റ്റേജിലേക്ക് കയറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഉയർന്നു നിന്ന് കളിക്കുന്നത് തീരെ കുറവാണ് ഇതിൻ്റെ പോർഷൻസ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് 15 മിനിറ്റോളം ഇങ്ങനെ നിന്ന് കളിക്കുന്നതിൻ്റെതായ സ്ട്രെയിൻ നല്ലതുപോലെ ഉണ്ട്. പക്ഷെ അതൊക്കെ അനുഭവിച്ചിട്ടാണെങ്കിൽ പോലും അതൊക്കെ ഉള്ളിൽ അവർ ഉൾക്കൊണ്ടുകൊണ്ട് പ്രോഗ്രാം ചെയ്തു. സ്റ്റേറ്റിൽ A ഗ്രേഡ് നേടാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. തോർത്തുമുണ്ട്, മുണ്ട്, ബ്ലൗസ്, പാളത്തൊപ്പി ഇതുപോലെയുള്ളവ മാത്രം മതി മംഗലം കളിക്ക്. ശക്തമായ മത്സരത്തിനൊടുവിൽ സംസ്ഥാനതലത്തിലും മുന്നിലെത്താനായതിൻ്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് മരത്തങ്കോട് ഗവൺമെന്റ് സ്കൂൾ. ചാലിശ്ശേരിയിൽ ബൈക്കിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് തകർത്തു. 4 പേർക്ക് പരിക്കേറ്റു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപമായിരുന്നു അപകടം. ചങ്ങരംകുളം ഭാഗത്തു നിന്നും ചാലിശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ അനഘ, കൃഷ്ണപ്രസാദ്, കാർ ഡ്രൈവർ ഉബൈദ്, ഫാത്തിമ എന്നിവർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ KPSTA ആംബുലൻസ് ഡ്രൈവർ അസ്കറിന്റെ നേതൃത്വത്തിൽ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
UAE-യിലെ കുന്നംകുളം പ്രവാസികൾ ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ വാഴപ്പിണ്ടിയിൽ ദീപം തെളിയിച്ച് ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. ദുബായ് ദേവാലയത്തിൽ തുടർച്ചയായി 6ാമത്തെ വർഷമാണ് ദനഹ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പിണ്ടിയിലും മൺചിരാതുകളിലും ദീപങ്ങൾ തെളിയിച്ച് ദുബായ് ദേവാലയാങ്കണം പ്രകാശപൂരിതമാക്കി. പാച്ചോർ നേർച്ചയും വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ അജു അബ്രഹാം, സഹവികാരി ഫാദർ ജാക്സൺ ജോൺ, ട്രസ്റ്റി അബ്രഹാം PA, സെക്രട്ടറി അഡ്വക്കേറ്റ് പോൾ ജോർജ്, ജോയിന്റ് ട്രസ്റ്റി സിജി വർഗീസ്, ജോയിന്റ് സെക്രട്ടറി മനോജ് തോമസ് എന്നിവർ നേതൃത്വം നൽകി. പിണ്ടി തെളിയിക്കുന്നതിനും പാച്ചോർ നേർച്ച തയ്യാറാക്കുന്നതിനും കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് PC സൈമൺ, സെക്രട്ടറി ജിനീഷ് വർഗീസ്, വൈസ് പ്രസിഡന്റ് ബ്യൂട്ടി പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി സുജിത് കൊച്ചു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ദിവസത്തെ ചായക്കടയിലെ വരുമാനം കാരുണ്യ പ്രവർത്തനത്തിന് നൽകി മാതൃകയാവുകയാണ് മുസ്താക്ക. കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപമാണ് മുസ്താക്കയുടെ ചായക്കട. എല്ലാ ദിവസവും പതിവ് തെറ്റിക്കാതെ ആളുകൾ മുസ്താക്കയുടെ ചായക്കടയിൽ നിന്നും ചായ കുടിച്ചു പണം നൽകും. എന്നാൽ ഇന്നത്തെ വരുമാനം മറ്റൊരാളുടെ ജീവൻ നിലനിർത്താനാണ് മുസ്താക്ക നൽകുന്നത്. രക്തകോശങ്ങളെയും മജ്ജയെയും ബാധിക്കുന്ന അപൂർവ ഇനം ക്യാൻസർ ബാധിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന പെരുമ്പിലാവ് നെടിയേടത്തു വീട്ടിൽ നന്ദന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായുള്ള സഹായനിധിയിലേക്കാണ് മുസ്തഫ തന്റെ കടയിലെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും നൽകിയത്. ഈ കാരുണ്യപ്രവർത്തനം അറിഞ്ഞപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി നിരവധി പേർ ചായ കുടിക്കാനെത്തി. മുസ്താക്കയുടെ നല്ല പ്രവൃത്തിക്ക് കൈത്താങ്ങായി. പരുവക്കുന്ന് സ്വദേശിയായ മുസ്തഫ പ്രളയകാലത്തും കോവിഡ് കാലത്തും തന്റെ കടയിലെ ഒരു ദിവസത്തെ വരുമാനം നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട്. നന്ദൻ ചികിത്സാ സഹായ സമിതി കൺവീനർ KE സുധീർ കടയിലെത്തി മുസ്തഫയുടെ മാതൃകാപരമായ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു. എല്ലാ നല്ലവരായ ജനങ്ങളും നന്ദൻ്റെ സഹായനിധിയിലേക്ക് ഉദാരമായിട്ട് സംഭാവനകൾ നൽകി വരികയാണ്. ഇവിടെ നമ്മുടെ പരുവക്കുന്ന് പ്രദേശത്തെ മുസ്തഫക്കാൻ്റെ ചായക്കടയിലെ ഇന്നത്തെ വരുമാനം നന്ദൻ്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകാൻ വേണ്ടി മുസ്തഫ വളരെ തന്നെ തീരുമാനിച്ച് ഇന്ന് അത് നടപ്പിലാക്കുകയാണ്. തീർച്ചയായും നന്ദൻ്റെ ചികിത്സാ നിധിയിലേക്ക് വരുന്ന നല്ല രീതിയിലുള്ള സംഭാവനകൾക്കൊപ്പം മുസ്തഫയുടെ ഈ വലിയ ഒരു സഹായം തീർച്ചയായും നന്ദൻ്റെ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള സംഗീതോത്സവം ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം സെക്രട്ടറി P ബിന്ദു, ദേവസ്വം ഓഫീസർ PB ബിജു എന്നിവർ സന്നിഹിതരായി. ഇതോടൊപ്പം നൃത്തോത്സവം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തൃശൂർ സുബ്രഹ്മണ്യ കലാക്ഷേത്രത്തിന്റെ നൃത്തസന്ധ്യ അരങ്ങേറി. ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയത്തിന്റെ ഇടവക ദിനാഘോഷവും സമർപ്പണ ജീവിതത്തിന്റെ ജൂബിലി ആഘോഷ സമാപനവും സംഘടിപ്പിച്ചു. കത്തോലിക്ക സഭ മാനേജിംഗ് എഡിറ്റർ ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ഡേവിസ് പനംകുളം അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഷിൽവ ജോഷി, മദർ സുപ്പീരിയർ പ്രതിനിധി സിസ്റ്റർ വിന്നി മരിയ, നടത്തുകൈക്കാരൻ N ജോർജ് എന്നിവർ സംസാരിച്ചു. കലാകായിക സാഹിത്യ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ യോഗം ആദരിച്ചു. വിവിധ കുടുംബ കൂട്ടായ്മകളുടെയും ഭക്തസംഘടനകളുടെയും കലാപരിപാടികളും ഉണ്ടായി. ജലമിഷന്റെ ഭാഗമായി പൊളിച്ച പെരുമ്പടപ്പിലെ പാറ കുണ്ടിച്ചിറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പെരുമ്പടപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD റോഡ് സെക്ഷൻ AE ഉപരോധിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി P റംഷാദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KP റാസിൽ, വിനു എരമംഗലം, അൻസാർ മനാഫ്, ജയപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓഫീസ് അധികൃതർ വാട്ടർ അതോറിറ്റിയുമായി കൂടിയാലോചിച്ച് അടുത്ത ദിവസം പണി ആരംഭിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സ്ഥലത്ത് പൊന്നാനി പോലീസും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ ഭദ്രം പദ്ധതിയിലെ
മരണാനന്തര സഹായമായ 10 ലക്ഷം രൂപ കൈമാറി. ജെ ജ്വല്ലറി ഉടമ KT ജോയിയുടെ ആശ്രിതർക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറിയും കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാനുമായ MK പോൾസൺ ചെക്ക് നൽകി. കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ സോണി സക്കറിയ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു മാസ്റ്റർ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഫസലു റഹീം, വൈസ് പ്രസിഡന്റുമാരായ ആൽഫ ബിജു, അലക്സ് ജോണി, യൂണിറ്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നീലകണ്ഠ ശിവൻ നാമ സങ്കീർത്തന മണി പുരസ്കാരം മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശിന്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നീലകണ്ഠ ശിവൻ സാംസ്കാരിക അക്കാദമി നടത്തിയ വാർഷിക മാർഗഴി സംഗീത മഹോത്സവത്തിന്റെ ഭാഗമായാണ് GK പ്രകാശിന് പുരസ്കാരം സമ്മാനിച്ചത്. ചെന്നൈയിൽ 5 ദിവസങ്ങളിലായി നടന്ന സംഗീതോത്സവത്തിനൊടുവിലായിരുന്നു പുരസ്കാര സമർപ്പണം. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ വിഭാഗം സംഘടിപ്പിച്ച സുസ്ഥിരമായ നിർമ്മാണ രീതികളെ പരിചയപ്പെടുത്തിയ 5 ദിവസത്തെ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ശ്രദ്ധേയമായി. കൊച്ചിൻ യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ CG നന്ദകുമാർ ഉദ്ഘാടനം നടത്തിയ ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ C സുനിത അധ്യക്ഷയായി. സിവിൽ വിഭാഗം ഹെഡ് ഡോക്ടർ PS അഭിലാഷ, ഡോക്ടർ തോമസ് ജോൺ, റിട്ടയർഡ് പ്രൊഫസർ ജയകുമാരി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ, പ്രോഗ്രാം കോർഡിനേറ്റർ പോൺസി പോൾ എന്നിവർ സംസാരിച്ചു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ പ്രൊഫസർ CV ലാൽ, അനോവ ഗ്രൂപ്പ് MD ഡോക്ടർ മഹാദേവൻ പിള്ള, മുൻ ചീഫ് എഞ്ചിനീയർ ഡോക്ടർ TG ആന്റണി, ബാലൻ, IIT മദ്രാസിൽ നിന്നുള്ള അധ്യാപകരായ ഡോക്ടർ നിഖിൽ, ഡോക്ടർ ശരണ്യ, ഡോക്ടർ സുജാത ജോസ്, ഡോക്ടർ പാണിശ്രീ പ്രദീപ്, ഡോക്ടർ പീയൂഷ് ചൗധരി എന്നിവരുടെ ക്ലാസുകളുമുണ്ടായി. സുസ്ഥിരമായ നിർമ്മാണ രീതികളെ മെച്ചപ്പെടുത്തുക, ഹരിത നിർമ്മാണത്തിനായുള്ള ആധുനിക സാമഗ്രികളെ പരിചയപ്പെടുത്തുക എന്നിവയെ മുൻനിർത്തി നടത്തിയ 5 ദിവസത്തെ പ്രോഗ്രാമിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള അധ്യാപകർ, വ്യവസായ വിദഗ്ധർ, വിദേശ സർവകലാശാല വിദ്യാർത്ഥികൾ, MTech വിദ്യാർത്ഥികൾ എന്നിവരാണ് പങ്കെടുത്തത്. പ്രിൻസിപ്പാൾ ഡോക്ടർ C സുനിത, സംഘാടകരായ ഡോക്ടർ PS അഭിലാഷ, പോൺസി പോൾ, P സീത എന്നിവർ നേതൃത്വം നൽകി. പിണ്ടി പെരുന്നാളിനോടനുബന്ധിച്ച് കുന്നംകുളം അങ്ങാടി ലെജൻഡ്സ് ക്ലബ് എക്സിബിഷനും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. നടുപ്പത്തി സെന്ററിൽ നടന്ന അങ്ങാടി ചരിതം എന്ന പേരിൽ ആർട്ട് എക്സിബിഷനും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നഗരസഭ 6ാം വാർഡ് കൗൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകനും നാട്ടുകാരനുമായ ഗീവർഗീസ് മാസ്റ്റർക്ക് കുന്നംകുളങ്ങര എക്സലൻസ് പുരസ്കാരം സമ്മാനിച്ചു. ആർട്ട് എക്സിബിഷനോടനുബന്ധിച്ചുള്ള ചിത്രങ്ങൾ വരച്ച ബിജു K ജോൺ കോട്ടയത്തെ ലെജൻഡ്സ് കുന്നംകുളങ്ങര മെമ്മോറിയൽ അവാർഡ് നൽകി. ഇന്ത്യൻ ആംഡ് ഫോഴ്സ് ആർമി മെഡിക്കൽ വിഭാഗത്തിലെ മേജർ ഡോക്ടർ വിമിത് C വിൽസൺ, ക്ലബ് അംഗങ്ങളായ ജിമൽ, ബിമിൻ, സിജിൻ, പിക്സൺ, ജാക്സൺ, നകുൽ, ജുവിൻ, ശോഭിത്, റോബിൻ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ സന്ദർശിച്ചു. രാവിലെ 7 മണിയോടെ ക്ഷേത്രത്തിലെത്തിയ ഡോക്ടർ VK വിജയനെ ക്ഷേത്രം ട്രസ്റ്റി അമ്പലപ്പാട്ട് മണികണ്ഠൻ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ക്ഷേത്രമേൽശാന്തി സൗരവ് മിശ്ര പൂജാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ചാവക്കാട് പാലയൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഭഗവതിക്ക് കളംപാട്ട്, വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധന, കേളി, തായമ്പക, എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. ജനുവരി 14-നാണ് മകരച്ചൊവ്വ ആഘോഷം. വരവൂർ പഞ്ചായത്ത് തല വലിച്ചെറിയൽ വിരുദ്ധ വാരം ഉദ്ഘാടനം പ്രസിഡന്റ് PP സുനിത നിർവഹിച്ചു. സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വിമല പ്രഹ്ലാദൻ, PK യശോദ, അംഗങ്ങളായ VK സേതുമാധവൻ, PK അനിത, TM ബിവാത്തുകുട്ടി, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോയ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു 2025 അവസാനിക്കുമ്പോഴും എല്ലാ ഗ്രാമപഞ്ചായത്തുകളും മാലിന്യമുക്തമാവണം. 2500 രൂപ മിനിമം ഈ വലിച്ചെറിയുന്ന ഇതിനൊരു സർക്കാർ ഒരു വാട്സപ്പ് നമ്പർ ഇറക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശുചിത്വ മേഖലയുമായി ബന്ധപ്പെട്ട ആരുടെ വാട്സപ്പിലേക്കും നിങ്ങൾ ഈ ഒരു വലിച്ചെറിയുന്ന ഒരു പ്രവണത മറ്റുള്ള ആളുകളിൽ കണ്ടാൽ അത് തെളിവ് സഹിതം അയച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രോത്സാഹനമായിട്ടാണ് 2500 രൂപ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ദഫ്മുട്ട് മത്സരത്തിൽ കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് സ്കൂൾ A ഗ്രേഡ് നേടി. നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെയും പരിശീലകരെയും സ്കൂൾ പ്രിൻസിപ്പൽ അഭിനന്ദിച്ചു.
മമ്മിയൂർ LF കോൺവെന്റ് UP സ്കൂളിൽ PTA, MPTA കമ്മിറ്റിയും ചാവക്കാട് ദൃശ്യം ഐ കെയർ ആശുപത്രിയും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി സൗജന്യ നേത്ര പരിശോധന സംഘടിപ്പിച്ചു. ഡോക്ടർ രമ മുകേഷ് വിദ്യാർത്ഥികൾക്കായി കണ്ണും കരുതലും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. സ്കൂളിലെ പ്രധാന അധ്യാപിക സിസ്റ്റർ സിമി മരിയ, PTA പ്രസിഡന്റ് ജോർജ്, വൈസ് പ്രസിഡന്റ് ഷബ്ന അബ്ബാസ്, ആത്മജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. സമത കുന്നംകുളത്തിന്റെ നേതൃത്വത്തിൽ ഷാർജയിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ കുന്നംകുളം ഈസ്റ്റ് വിജയികളായി. സമതയുടെ കീഴിലുള്ള 9 കമ്മിറ്റികൾ പങ്കെടുത്ത ടൂർണമെന്റിൽ സമത കടവല്ലൂർ 2ാം സ്ഥാനം നേടി. കാട്ടകാമ്പാൽ, കണ്ടാണശ്ശേരി, പോർക്കുളം, ചൊവ്വന്നൂർ, ചൂണ്ടൽ, അബുദാബി, കുന്നംകുളം വെസ്റ്റ് എന്നീ ടീമുകളാണ് പങ്കെടുത്തത്. ചരമം. കുന്നംകുളം തെക്കേക്കര ക്രെയിൻ സർവീസ് ഉടമ TV ഈയപ്പൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു. കുനമുച്ചി കലാനഗറിൽ താമസിച്ചിരുന്ന പുരണ്ടേക്കാട്ടിൽ ഉണ്ണികൃഷ്ണൻ ഭാര്യ ഭാർഗവി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി ശാന്തിതീരം ശ്മശാനത്തിൽ നടന്നു. മരത്തങ്കോട് കിടങ്ങൂർ കാർത്തികേയനി അമ്പലത്തിന് സമീപം താമസിക്കുന്ന കൂർക്കപ്പറമ്പിൽ ശാരദ നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ നടക്കും. സത്യൻ, ദാസൻ, ബേബി എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 7,180 രൂപ, പവന് 57,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാവർക്കും ഭൂമിയും വീടും എന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കുന്നംകുളം താലൂക്ക് തലത്തിൽ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങൾക്ക് അദാലത്തിൽ തത്സമയം പ്രശ്ന പരിഹാരമൊരുക്കി. ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിനുൾപ്പെടെ ഏറ്റവും കൂടുതൽ തുക വിനിയോഗിക്കുന്ന സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആരോഗ്യമന്ത്രി നിർവഹിച്ചു. HMPV വൈറസിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും വീണ ജോർജ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 249 ഇനങ്ങളിൽ 208 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 834 പോയിന്റുമായി തൃശൂരും കണ്ണൂരും ഒപ്പത്തിനൊപ്പം. പാലക്കാട് 2ാമതും കോഴിക്കോട് 3ാം സ്ഥാനത്തും. എടക്കഴിയൂർ നേർച്ച വർണ്ണാഭം. ആവേശം തീർത്ത് വിവിധ കാഴ്ചകൾ ജാറത്തിലെത്തി. തിരുമുൽക്കാഴ്ചയിൽ 7ഓളം ഗജവീരന്മാർക്കൊപ്പം കുതിരയും ഒട്ടകവും അണിനിരന്നു. ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ടെൻഡർ നടപടികൾ സുതാര്യമല്ലെന്നാരോപിച്ച് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. ശബ്ദ സംവിധാനം ഉൾപ്പെടെയുള്ളവയിൽ ടെൻഡർ നടപടികൾ സുതാര്യമായല്ല നടത്തിയതെന്നും വ്യാജ ടെൻഡർ അംഗീകരിച്ചെന്നും പ്രതിപക്ഷം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.